ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ മലയാളം സബ്ജക്റ്റ് ആണ്. നമ്മുടെ ആദ്യത്തെ പാഠം, ഫസ്റ്റ് പാഠമാണ് അമൃതം. അതിൽ ആദ്യത്തെ യൂണിറ്റ്, അമൃതത്തില് 4 യൂണിറ്റ്. അമൃതം എന്നുള്ള നമ്മുടെ പാഠത്തില് 3 യൂണിറ്റ് ആണ് ഉള്ളത്. വെണ്ണക്കണ്ണൻ, സ്നേഹം താൻ ശക്തി, കൂടെയില്ലാത്തവർ. അതിലെ വെണ്ണക്കണ്ണൻ എന്നുള്ള കവിതയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. വെണ്ണക്കണ്ണൻ എന്നതൊരു കവിതയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഒന്നാമത്തെ അമൃതം എന്നുള്ള പാഠം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ പേജിൽ തന്നെ ഒരു കഥയുടെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. അതായത് ഡോക്ടർ കെ ശ്രീകുമാർ എന്ന കഥാകൃത്തിന്റെ വിശപ്പ് എന്ന വളരെ പ്രശസ്തമായ ഒരു കഥയിലെ കുറച്ച് ഭാഗമാണ് നിങ്ങൾക്ക് വായിക്കാൻ തന്നിരിക്കുന്നത്. ആദ്യം നമുക്കിത് റീഡ് ചെയ്യാം. അവൾ കുട്ടികൾക്കിടയിൽ കയറി എത്തി നോക്കി. അവിടെ എല്ലും തോലുമായ ഒരു വൃദ്ധൻ കിടന്നു ഞരങ്ങുകയാണ്. എന്തെങ്കിലും കഴിക്കാനായി അയാൾ ചുറ്റും നിൽക്കുന്നവരോട് കൈ നീട്ടുന്നു. കുറെ കുട്ടികൾ അയാളെ കളിയാക്കുന്നുമുണ്ട്. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ വൃദ്ധൻ അവളെ കണ്ടു. അയാൾ മെലിഞ്ഞുണങ്ങിയ കൈകൾ നീട്ടി അവളോട് എന്തോ പറഞ്ഞു. ചില കുട്ടികൾ അപ്പോഴും കൂക്കി വിളിച്ചു. അവൾ പിന്നൊന്നും ചിന്തിച്ചില്ല. ബാഗ് തുറന്ന് ചോറ്റുപാത്രം പുറത്തെടുത്തു. അതിലെ മുഴുവൻ ചോറും അവൾക്കേറെ ഇഷ്ടമുള്ള മുളക് ചമ്മന്തിയും അയാളുടെ കൈവെള്ളയിലേക്ക് പകർന്നു കൊടുത്തു. അയാളുടെ കുഴിഞ്ഞ കണ്ണുകൾ നനഞ്ഞു. ആർത്തിയോടെ അയാൾ ചോറ് തിന്നു തുടങ്ങി. അവസാനത്തെ വറ്റും അയാളുടെ വയറ്റിൽ എത്തുന്നത് വരെ അവൾ നോക്കി നിന്നു. അവൾക്ക് എന്തോ പെട്ടെന്ന് കരച്ചിൽ വന്നു. അത് സന്തോഷം കൊണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അവൾ എന്ന് പറയുന്നത് നമ്മുടെ ആ കുട്ടിയാണ്. ഇവിടെ കാണും, ചിത്രത്തിൽ കാണിക്കുന്നത് കണ്ടോ, ഇതാണ് ആ വൃദ്ധൻ, ഇതാണ് ആ കുട്ടി. അപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ, ആ വൃദ്ധന് ചുറ്റും കുറെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുകയാണ്. അപ്പൊ അയാളെ കാണാൻ എങ്ങനെയാണ്, വൃദ്ധനെ കാണാൻ എങ്ങനെയാണ്, വളരെ വിശന്ന് വലഞ്ഞ്, അതായത് ഭക്ഷണം നേരെ കഴിക്കാൻ കിട്ടാത്ത ഒരു മനുഷ്യനായിരുന്നു അല്ലെ വൃദ്ധൻ. മെലിഞ്ഞുണങ്ങി എല്ലും തോലുമായിരുന്നു ആ വൃദ്ധൻ. അപ്പൊ അദ്ദേഹം വിശന്നിട്ടാണ് ആൾക്കാരെയൊക്കെ നോക്കുന്നത്. എന്തെങ്കിലും കഴിക്കാൻ വല്ലതും തരണേ എന്ന് പറഞ്ഞ് യാചിക്കുകയാണ് അല്ലെ. ചുറ്റും നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ അവൾ പോവുകയാണ്, ആ കുട്ടി, ആ പെൺകുട്ടി പോവുകയാണ്. അവൾക്ക് ആ വൃദ്ധനെ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. അപ്പൊ എല്ലാവരും, ആ വൃദ്ധന് ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാവരും അയാളെ നോക്കി കൂക്കി വിളിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. പക്ഷെ അവൾ എന്താ ചെയ്തത്? അവളുടെ സ്വന്തം ചോറ്റുപാത്രം തുറന്ന് അതിൽ ചോറ് മുഴുവൻ ആ വൃദ്ധന് കൊടുത്തു അല്ലെ. ചോറ്റുപാത്രം തുറന്ന് അവൾക്ക് ഏറെ ഇഷ്ടമുള്ള മുളക് ചമ്മന്തിയും ചോറും ആ വൃദ്ധന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ടപ്പോ, ആ ഭക്ഷണം കിട്ടിയപ്പോൾ അയാൾക്ക് വളരെയധികം സന്തോഷമായി. വൃദ്ധന് വളരെയധികം സന്തോഷമായിട്ട് കണ്ണുകൾ നനഞ്ഞു. ആ വൃദ്ധൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ ആ പെൺകുട്ടിക്കും എന്താ വേണം, വളരെയധികം സന്തോഷം തോന്നുകയാണല്ലേ. അതുകൊണ്ടാണ് അവൾക്ക് കരച്ചിൽ വന്നത്. സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരുന്നു അത്. അപ്പൊ നമുക്കിത് വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്ന, വിശപ്പ്, അതായത് ഭക്ഷണം കിട്ടാതെ നമുക്ക് എത്രത്തോളം വിശപ്പ് ഒരു മനുഷ്യനെ തളർത്തും, അല്ലെങ്കിൽ വിശപ്പിന്റെ വില എന്താണ് എന്നതൊക്കെ നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും. നമ്മളിത് റീഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നില്ലേ. അപ്പൊ നമ്മൾ ഭക്ഷണം പാഴാക്കാൻ പാടില്ല. ഇതുപോലെ വിശന്ന് വലഞ്ഞ് നടക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടാവും. ആവുന്നത് ഭക്ഷണം ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, വേസ്റ്റ് ആക്കരുത് അല്ലെ, പാഴാക്കരുത്. അതുപോലെ വിശന്ന് വലഞ്ഞ് നടക്കുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ എന്ത് ചെയ്യുക, ഫുഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഒരു ചോദ്യമുണ്ട്, കഥയിലെ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതായത് ആ കുട്ടി എന്താ ചെയ്യുന്നത്, ആ പെൺകുട്ടി എന്താ ചെയ്യുന്നത്, ആ വൃദ്ധന്റെ ഭക്ഷണം, അവളുടെ ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നിങ്ങളാണ് ആ കുട്ടിയുടെ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? മറ്റു കുട്ടികളെ പോലെ കൂക്കി വിളിക്കുവോ, കളിയാക്കുവോ, അതോ ആ കുട്ടി ചെയ്ത പോലെ ഭക്ഷണം കൊടുക്കുവോ, എന്തായിരിക്കും ചെയ്യുക? കഥയിലെ കുട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ആ വൃദ്ധന്റെ ഭക്ഷണം കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നു. അപ്പൊ ഈ ചോദ്യം നിങ്ങളോടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും എന്നതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ പാഠം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെണ്ണക്കണ്ണൻ എന്നുള്ളത് ഒരു കവിതയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്? കവി ചെറുശ്ശേരിയുടെ കവിതയാണ് വെണ്ണക്കണ്ണൻ. അതായത് നമ്മുടെ കൃഷ്ണഗാഥ എന്ന വളരെ പ്രശസ്തമായ കൃതിയിൽ നിന്നും എടുത്ത കുറച്ച് ഭാഗമാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്, നമ്മുടെ വെണ്ണക്കണ്ണൻ എന്നുള്ള കവിത. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇത് വായിക്കാം. സ്നാനവും ചെയ്തു നീ ആഗമിപ്പോളവും പാലിച്ചെന്നല്ലോ ഈ പാൽവെണ്ണ ഞാൻ. ഇങ്ങനെയുള്ളെനിക്ക് ഏതുമേ താരാതെ എങ്ങു നീ പോകുന്നതെന്നമ്മേ ചൊൽ. ഓമന പൈതൽ താൻ ഇങ്ങനെ ചൊല്ലിതൻ കോമള ചുണ്ടു പിളിർക്കുന്നേരം. ഉണ്ണിക്കൈ തന്നിലെ വച്ചു നിന്നിരുന്നാൽ വെണ്ണ താൻ കൊണ്ടുപോന്നമ്മയപ്പോൾ. വെണ്ണയെ കണ്ടൊരു കണ്ണൻ താൻ അന്നേരം വെണ്ണില വഞ്ചു ചിരിച്ചു ചെന്നാൽ. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വച്ചിരുന്നാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ. കള്ളനായുള്ളൊരു കാകതൻ വന്നിട്ടേൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളേറ്റം ചിരിച്ചുനാൽ വെണ്ണയും കൊണ്ടിങ്ങു വന്നു പിന്നെ.
വൈകാതെ വണ്ണമ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വച്ചാൽ വെണ്ണയെ കണ്ടൊരു കണ്ണന്താനാനനം വെണ്ണില്ല പോലുന്ന തിങ്കൾ പോലെ പുഞ്ചിരി തൂമ കൊണ്ടഞ്ചിതമാകയാൽ ചെഞ്ചമ്മേ നിന്നു വിളങ്ങിയതപ്പോൾ. അപ്പൊ ഈ കവിത വായിച്ചില്ലേ, ഇതുപോലെ നിങ്ങൾ വായിക്കുക, വെണ്ണക്കണ്ണെന്നുള്ള കവിത വായിക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥം പറയാം. സ്നാനവും ചെയ്തു നീ യാഗമിപ്പോളവും പാലിച്ചെന്നല്ലോ ഈ പാൽവെണ്ണ ഞാൻ ഇങ്ങനെയുള്ളെനിക്കേതുമേ തരാതെ എങ്ങു നീ പോകുന്നതെന്നമ്മേ ചോൽ. ഇവിടെ ആരാണ് ചോദിക്കുന്നത്? ആര് തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ? അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സന്ദർഭം? എന്താണ്? നമ്മുടെ കണ്ണൻ, അതായത് നമ്മുടെ കൃഷ്ണൻ അല്ലേ. അപ്പൊ കണ്ണൻ, ഉണ്ണിക്കണ്ണൻ എന്താ ചെയ്തത്? ഉണ്ണിക്കണ്ണനും അമ്മയും, അപ്പൊ അമ്മയും ഉള്ള ഒരു സന്ദർഭമാണ്. ഉണ്ണിക്കണ്ണൻ എന്താ ചോദിക്കുന്നത്? വെണ്ണ ചോദിക്കുന്ന ഒരു സന്ദർഭമാണ് അല്ലെ. ഉണ്ണിക്കണ്ണൻ നമ്മുടെ കൃഷ്ണൻ യശോദമ്മയോട്, കണ്ണന്റെ അമ്മയാണ് യശോദ, വളർത്തമ്മയാണ്. അപ്പൊ യശോദ അമ്മയോട് എന്ത് ചെയ്യാണ്? വെണ്ണ ചോദിക്കുകയാണ്. എന്താ പറയുന്നത്? പരിഭവം പറയാണ് അല്ലെ. സ്നാനവും ചെയ്തു നീ ആഗമിപ്പോളവും പാലിച്ചെന്നല്ലോ ഈ പാൽവെണ്ണ ഞാൻ. അമ്മ കുളി കഴിഞ്ഞു വരുന്നത് വരെ, സ്നാനം വെച്ചാൽ കുളിയാണ്, ബാത്ത്, കുളിക്കുക, അതിനെ നമ്മൾ സ്നാനം ചെയ്യാന്ന് പറഞ്ഞ. അപ്പൊ സ്നാനവും ചെയ്തു നീ ആഗമിപ്പോളവും എന്ന് വെച്ചാൽ അമ്മ കുളി കഴിഞ്ഞു വരുന്നത് വരെ ഈ പാൽവെണ്ണ ഞാൻ കാത്തു സൂക്ഷിച്ചില്ലേ. ഇങ്ങനെയുള്ള എനിക്ക് ഇത്ര നേരം ഞാൻ കാത്തു സൂക്ഷിച്ചു ഈ വെണ്ണ, ഇങ്ങനെയുള്ള എനിക്ക് ഒന്നും തരാതെ അമ്മ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മുടെ കണ്ണൻ യശോദ അമ്മയോട് ചോദിക്കുകയാണ്. ഓമന പൈതാൻ ഇങ്ങനെ ചൊല്ലിതൻ കോമള ചുണ്ടു പിളിർക്കും നേരം ഉണ്ണിക്കൈ തന്നിലെ വച്ചു നിന്നീടിനാൽ വെണ്ണത്താൻ കൊണ്ടുപോകുന്ന അമ്മയപ്പോൾ വെണ്ണയെ കണ്ടൊരു കണ്ണന്താൻ അന്നേരം വെണ്ണില വഞ്ചി ചിരിച്ചു ചൊന്നാൻ. അപ്പൊ ഇത് കേട്ടപ്പോ അമ്മയ്ക്ക് സങ്കടമായി. അമ്മ എന്താ ചെയ്യണത്? യശോദമ്മ ഉണ്ണിക്കണ്ണന്റെ കയ്യിൽ വെണ്ണ വെച്ചു കൊടുക്കണല്ലേ, ഒരു കയ്യിൽ കുറച്ച് വെണ്ണ വെച്ചു കൊടുത്തു. അപ്പൊ വെണ്ണയെ കണ്ടപ്പോ കണ്ണന് ഭയങ്കര സന്തോഷമായി, വളരെയധികം സന്തോഷമായി. എങ്ങനെയാണ് കണ്ണന്റെ മുഖത്ത് പുഞ്ചിരിയെ എന്തിനോടാണ് ഉപമിക്കുന്നത്? നമ്മുടെ ആകാശത്ത്, അതായത് ചന്ദ്രന്റെ തിളക്കത്തോട് അല്ലെ, വെണ്ണിലാ വഞ്ചി ചിരിച്ചു ചൊന്നാൽ അത്രയും പ്രകാശമായിരുന്നു നമ്മുടെ കണ്ണന്റെ മുഖത്തുള്ള പുഞ്ചിരിക്ക്. കണ്ണന്റെ പുഞ്ചിരിക്ക് അത്രയും തിളക്കമുണ്ടായിരുന്നു. ഒറ്റക്കായി തന്നിൽ നീ വെണ്ണ വച്ചിരുന്നാൽ മറ്റേക്കായി കണ്ടിട്ട് കേഴുമല്ലോ, മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. അപ്പൊ കണ്ണന് സന്തോഷമായോ? വെണ്ണ കണ്ടപ്പോ സന്തോഷമായി. പക്ഷെ കണ്ണൻ എന്താ ചെയ്യണം? വീണ്ടും കുറച്ചുകൂടി വെണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത്? ഒരു കയ്യിൽ വെണ്ണ വെച്ചാൽ മറ്റേ കൈക്ക് സങ്കടമാവില്ലേ? മൂത്തവന് അമ്മ വെണ്ണ കൊടുക്കുമ്പോൾ വളരെ സങ്കടത്തോടു കൂടെ കരയുന്ന എന്നെ പോലെ. മൂത്തവൻ എന്ന് വെച്ചാൽ ആരാണ്? കണ്ണന്റെ ജ്യേഷ്ഠനല്ലേ, കണ്ണന്റെ ഏട്ടൻ ആരാണ്? ബലരാമൻ. അപ്പൊ ഏട്ടന് വെണ്ണ കൊടുക്കുമ്പോൾ ഞാൻ വിഷമിച്ചു നിൽക്കില്ലേ, ഞാൻ കരയുന്ന പോലെ ആവില്ലേ? ഒരു കൈക്ക് വെണ്ണ തന്നാൽ മറ്റേ കൈക്കും വിഷമമാവില്ലേ എന്ന് അമ്മയോട് ചോദിക്കുകയാണ്. ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങു തിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യെ വയലിട്ടയ്യോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ. അപ്പൊ ഇങ്ങനെ കേട്ടപ്പോ അമ്മ എന്ത് ചെയ്യാണ്? കണ്ണന് കുറച്ചുകൂടി വെണ്ണ കൊടുക്കാൻ വേണ്ടിയിട്ട് വെണ്ണ എടുക്കാൻ വേണ്ടി തിരിഞ്ഞ സമയത്ത്, യശോദമ്മ തിരിഞ്ഞ സമയത്ത് കണ്ണൻ എന്താ ചെയ്യുന്നത്? ഒരു തന്ന വെണ്ണ വേഗം നമ്മൾ പതുക്കെ വായിലിട്ടു. എന്നിട്ട് എന്താ പറയണത്? അയ്യോ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? കള്ളനായുള്ളൊരു കാകതൻ വന്നിട്ട് കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി വെണ്ണ? കള്ളനായ ഒരു കാക്ക വന്ന് എന്റെ കയ്യിലെ വെണ്ണ കൊണ്ടുപോയി എന്ന് പറയാണ്. എന്നത് കേട്ടവൾ ഏറ്റവും ചിരിച്ചുനാൽ വെണ്ണയും കൊണ്ടിങ്ങു വന്നു. പിന്നെ വൈകാതെ വണ്ണമ കൈതവ പൈതൽ കൈകളിൽ രണ്ടിലും വെണ്ണ വച്ചാൽ വെണ്ണയെ കണ്ടൊരു കണ്ണന്താനാനനം വെണ്ണില പോലുന്ന തിങ്കൾ പോലെ പുഞ്ചിരി തൂമ കൊണ്ട് അഞ്ചിതമാകയാൽ ചെഞ്ചമ്മയെ നിന്ന് വിളങ്ങിയതപ്പോൾ. അപ്പൊ ഇത് കേട്ടപ്പോ അമ്മയ്ക്ക് മനസ്സിലായില്ലേ, യശോദമ്മയ്ക്ക് മനസ്സിലായി കണ്ണൻ വെണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കള്ളം പറയുന്നെല്ലാം. നമ്മുടെ കണ്ണൻ പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം യശോദമ്മയ്ക്ക് മനസ്സിലായി. അപ്പൊ കണ്ണന്റെ കുസൃതിയാണ് ഇവിടെ പറയുന്നത് അല്ലെ. വെണ്ണയോടുള്ള നമ്മുടെ വെണ്ണ ഇനിയും വേണം എന്നുള്ള കണ്ണന്റെ വെണ്ണയോടുള്ള ഇഷ്ടക്കൂടുതലാണ് ഇവിടെ പറയുന്നത്. അപ്പൊ യശോദമ്മയ്ക്ക് മനസ്സിലായി കണ്ണൻ കള്ളമാണ് പറയുന്നത് മനസ്സിലായി. അതുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് വീണ്ടും എന്താ ചെയ്യുന്നത് യശോദമ്മ? കണ്ണന് രണ്ട് കൈകളിലും വെണ്ണ വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ വെണ്ണയെ കണ്ടപ്പോൾ രണ്ട് കൈയിലും വെണ്ണ കിട്ടിയതോടുകൂടി കണ്ണന് വളരെയധികം സന്തോഷമായി. കണ്ണന്റെ മുഖത്ത് എന്താണ്? വളരെയധികം സന്തോഷം. ആ പുഞ്ചിരിയെ എന്തുമായിട്ടാണ് ഉപമിക്കുന്നത്? വെണ്ണില പോലുന്ന തിങ്കൾ പോലെ എന്ന് വെച്ചാൽ ആകാശത്ത് കാണുന്ന നമ്മുടെ ചന്ദ്രന്റെ ആ ശോഭ പോലെ, ആ തിളക്കം പോലെയായിരുന്നു കണ്ണന്റെ മുഖത്തുള്ള പുഞ്ചിരി. അത്രയും മനോഹരമായിരുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ കണ്ണനും അമ്മയും തമ്മിലുള്ള ഒരു സന്ദർഭമാണ് നമുക്ക് വെണ്ണക്കണ്ണ് എന്നുള്ള കവിതയില് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ കവിതയുടെ അർത്ഥം മനസ്സിലായില്ലേ? നമുക്ക് ഇനി കവിതയുടെ ആശയം, അതായത് നമ്മൾ പറഞ്ഞ ആശയം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ കവിതയുടെ ആശയം ഒന്ന് നമുക്ക് റീഡ് ചെയ്യാം.
അമ്മ കുളി കഴിഞ്ഞു വരുന്നത് വരെ ഈ പാൽവെണ്ണ ഞാൻ കാത്തു സൂക്ഷിച്ചില്ലേ? ഇങ്ങനെയുള്ള എനിക്ക് അല്പം വെണ്ണ പോലും തരാതെ അമ്മ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കണ്ണൻ അമ്മയോട് ചോദിക്കുന്നു. ഓമന പൈതൽ വളരെ സങ്കടത്തോടെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അമ്മ ഉണ്ണിക്കണ്ണന്റെ, ഇത് ആണ് കേട്ടോ, നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആവുന്നതാണ്. ഉണ്ണിക്കണ്ണന്റെ ഒരു കൈയിൽ കുറച്ച് വെണ്ണ വെച്ചു കൊടുത്തു. വെണ്ണ കിട്ടിയപ്പോൾ കണ്ണന്റെ മുഖം നിലാവ് പോലെ തിളങ്ങി. നിലാവിന്റെ തിളക്കത്തോട് കൂടി പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണൻ അമ്മയോട് പറയുകയാണ്, ഒരു കൈയിൽ വെണ്ണ തന്നാൽ മറ്റേ കൈ അത് കണ്ട് ഇവിടെ ചന്ദ്രക്കല ഉണ്ട് കേട്ടോ, കണ്ട് സങ്കടപ്പെടില്ലേ? ജ്യേഷ്ഠന്റെ കയ്യിൽ വെണ്ണ കൊടുക്കുമ്പോൾ ഞാൻ സങ്കടപ്പെടുന്ന പോലെ. ഇത് കേട്ട അമ്മ വീണ്ടും വെണ്ണ എടുക്കാനായി അകത്തേക്ക് പോയി. ആ തക്കത്തിന് കണ്ണൻ കയ്യിലെ വെണ്ണ പതിയെ വായിലിട്ടു. എന്നിട്ട് കണ്ണൻ അമ്മയോട് കള്ളം പറയുകയാണ്. അയ്യോ അമ്മേ, കള്ളനായ ഒരു കാക്ക വന്ന് എൻ്റെ കയ്യിലെ വെണ്ണ കൊണ്ടുപോയി. കുസൃതിക്കാരനായ കണ്ണന്റെ കുറുമ്പും വെണ്ണ കൊതിയുമാണ് കവി ഇവിടെയാണ് കേട്ടോ, ഇവിടെ ഈ ആണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോഴാണ് അങ്ങനെ മിസ്റ്റേക്ക് വരുന്നത്, ഇവിടെ വർണ്ണിക്കുന്നത്. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് അമ്മ കണ്ണന്റെ 2 കൈയിലും വെണ്ണ വച്ചു കൊടുക്കുന്നു. വെണ്ണ കണ്ട കണ്ണന്റെ മുഖം പൂനിലാവ് പൊഴിക്കുന്ന ചന്ദ്രനെ പോലെ പുഞ്ചിരിച്ചു. അപ്പൊ ഇത് നമ്മുടെ കവിതയുടെ ആശയമാണ്. ഇനി നമുക്ക് ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാന്നാ പറഞ്ഞത്? കവി ചെറുശ്ശേരിയാണ് അല്ലെ, ചെറുശ്ശേരി. അപ്പൊ ചെറുശ്ശേരിയെ കുറിച്ചിട്ട് ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ചെറുശ്ശേരിയുടെ ജീവിതകാലം 1475 1575 ഇടയിലാണെന്ന് കരുതപ്പെടുന്നു. കൊല്ലവർഷം 650 750 മധ്യേ. ഉത്തര കേരളത്തിൽ കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്തു ജനിച്ചു എന്നാണ് വിശ്വാസം. കോലത്തു നാട്ടിലെ ഉദയവർമ്മ രാജാവിന്റെ സദസ്യനായിരുന്നു. രാജാവിന്റെ ആജ്ഞപ്രകാരം എഴുതിയതാണ് കൃഷ്ണഗാഥ. കൃഷ്ണപ്പാട്ട് എന്നും ഈ കൃതിക്ക് പേരുണ്ട്. അപ്പൊ ഇദ്ദേഹമാണ് നമ്മുടെ വെണ്ണക്കണ്ണൻ, അതായത് നമ്മുടെ കൃഷ്ണഗാഥ എഴുതിയ കവി ചെറുശ്ശേരിയാണ്. ഇനി നമുക്ക് പറയാം എഴുതാം എന്നുള്ള ചോദ്യോത്തരങ്ങൾ ചെയ്യാം. പറയാം എഴുതാം. ആദ്യത്തെ ചോദ്യം എന്താണ്? വെണ്ണ ലഭിക്കാൻ കണ്ണൻ എന്തൊക്കെ ന്യായങ്ങളാണ് അമ്മയോട് പറയുന്നത്? അമ്മ കുളി കഴിഞ്ഞു വരുന്നത് വരെ ഈ പാൽ വെണ്ണ ഞാൻ കാത്തു സൂക്ഷിച്ചില്ലേ? ഒരു കൈയിൽ വെണ്ണ വെക്കുമ്പോൾ മറ്റേ കൈ സങ്കടപ്പെടില്ലേ? വെണ്ണ കാക്ക കൊണ്ടുപോയി എന്നീ ന്യായങ്ങളാണ് കണ്ണൻ അമ്മയോട് പറയുന്നത്. അടുത്ത ചോദ്യം, വെണ്ണ കിട്ടിയപ്പോൾ കണ്ണൻ എന്താണ് ചെയ്തത്? എന്താ കണ്ണൻ ചെയ്തത്? ഒരു കൈയിൽ വെണ്ണ കിട്ടിയപ്പോൾ മറ്റേ കൈ സങ്കടപ്പെടില്ലേ എന്ന് കണ്ണൻ അമ്മയോട് ചോദിക്കുന്നു. ഇത് കേട്ട് വെണ്ണ എടുക്കാനായി അമ്മ അകത്തേക്ക് പോയപ്പോൾ കയ്യിലിരുന്ന വെണ്ണ പതിയെ വായിലിട്ട ശേഷം വെണ്ണ കാക്ക കൊണ്ടുപോയെന്ന് കള്ളം പറയുന്നു. അടുത്ത ചോദ്യം, വെണ്ണില പോലുന്ന തിങ്കൾ പോലെ കണ്ണന്റെ മുഖം തിളങ്ങാൻ കാരണമെന്ത്? കണ്ണന്റെ 2 കൈയിലും അമ്മ വെണ്ണ വെച്ചു കൊടുത്തപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണന്റെ മുഖം പൂനിലാവ് പൊഴിയുന്ന ചന്ദ്രനെ പോലെ പുഞ്ചിരിയിൽ തിളങ്ങി. അടുത്തത് വരികൾ കണ്ടെത്താം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വരികൾ കണ്ടെത്താം, അതായത് നമ്മൾ ഈ സന്ദർഭം വരുന്ന ഇതാണ് ചോദ്യം. ഈ സന്ദർഭം വരുന്ന വരികൾ, 2 വരികൾ ഏതൊക്കെയാണ് അത് എഴുതുകയാണ് ചെയ്യേണ്ടത്. കയ്യിലെ വെണ്ണ കാക്ക കൊണ്ടുപോയി എന്ന് പറയുന്ന വരികൾ ഏതൊക്കെയാണ്? കള്ളനായുള്ള ഒരു കാകതൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി. അടുത്ത ചോദ്യം, കണ്ണൻ കള്ളം പറഞ്ഞിട്ടും അമ്മ വീണ്ടും വെണ്ണ നൽകുന്നു. വൈകാത വണ്ണമ കൈതവ പൈതടൻ കൈകളിൽ 2ലും വെണ്ണ വച്ചാൽ. അടുത്ത അർത്ഥം കണ്ടെത്താന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത പദങ്ങളുടെ അർത്ഥം അർത്ഥസൂചിക നോക്കി കണ്ടെത്താം. അർത്ഥസൂചിക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. നമ്മുടെ ബാക്കിൽ ഏറ്റവും നമ്മുടെ ഈ നമ്മുടെ അമൃതത്തിലെ 3 ചാപ്റ്റേഴ്സ്, നമ്മുടെ 3 പാഠങ്ങൾ കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മുടെ അർത്ഥങ്ങളുണ്ട്, അതാണ് അർത്ഥസൂചിക. അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ ഇതിൽ ഓരോ വാക്കിന്റെയും അർത്ഥം നമുക്ക് കിട്ടും. അപ്പൊ സ്നാനം പറഞ്ഞ കുളിയാണ്. ആർത്തം എന്ന് വെച്ചാൽ എന്താണ്? ദുഃഖിതൻ. ആഗമിക്കുക വരിക. കാകൻ കാക്ക. പൈതൽ കുഞ്ഞ്. തിങ്കൾ ചന്ദ്രൻ. അഞ്ചിതം മനോഹരം. തൂമ ഭംഗി. അടിവരയിട്ട പദത്തിന് പകരം അതേ അർത്ഥമുള്ള മറ്റൊരു പദം ചേർത്തെഴുതുക. ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ ചോദ്യം. കള്ളനായുള്ള കാകൻ.
കാകൻ എന്ന് വെച്ചാൽ ആരാന്നാ പറഞ്ഞത്? കാകൻ എന്ന് വെച്ചാല് കാക്ക. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? ഉത്തരം എങ്ങനെ എഴുതേണ്ടത്? വെറും കാക്ക എന്നാണോ? അല്ല, കള്ളനായുള്ള കാക്ക. അടുത്ത ചോദ്യം, വെണ്ണില പോലുന്ന തിങ്കൾ. ഇപ്പൊ തിങ്കളുടെ അടിയിലാണ് വരയിട്ടിരിക്കുന്നത്. തിങ്കൾ, തിങ്കളുടെ മീനിങ് നമ്മൾ എന്താ പഠിച്ചത്? അർത്ഥം എന്താ പഠിച്ചത്? ചന്ദ്രൻ അല്ലെ? വെണ്ണില പോലുന്ന ചന്ദ്രൻ. അടുത്തത്, ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. കേഴും എന്ന് വെച്ചാൽ എന്താ? കേഴും പോലെ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും പോലെയാണ്? ആർത്തനായി നിന്നു ഞാൻ കരയും പോലെ. അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് അടിവരയിട്ട പദത്തിന് പകരം നമ്മൾ അർത്ഥമുള്ള പദങ്ങൾ എഴുതുന്നത്. അടുത്ത ചോദ്യം, മാതൃക പോലെ മാറ്റി എഴുതുക എന്ന് വെച്ചാൽ ആദ്യം അവർ എഴുതിയിട്ടുണ്ട്, ഒന്ന് എഴുതിയിട്ടുണ്ട്, ഇതേപോലെ നമ്മൾ അടുത്തത് മാറ്റി എഴുതുക. ആഗമിപ്പോളവും എന്നതിന് എന്താണ്? ആഗമിപ്പോളവും, ആഗമിക്കുന്നത് വരെ. ഏതുമേ തരാതെ, ഒന്നും തരാതെ. കേഴും പോലെ, കേഴും പോലെ, കരയും പോലെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മാതൃക പോലെ മാറ്റി എഴുതേണ്ടത്. അടുത്തത്, ചൊല്ലി രസിക്കാം. കവിതയിലെ കണ്ണനെയും അമ്മയെയും കണ്ടുവല്ലോ. ഇതാ മറ്റൊരമ്മയും ഉണ്ണിയും. അപ്പൊ നമ്മൾ കവിതയിൽ ആരൊക്കെ തമ്മിലാണ്, ആരെയൊക്കെ നമ്മൾ പഠിച്ചത്? നമ്മൾ കണ്ണനും അമ്മയും തമ്മിലുള്ള സംഭാഷണം സന്ദർഭമാണ് അല്ലെ? അപ്പൊ ഇവിടെ മറ്റൊരു അമ്മയും ഉണ്ണിയും കൂടി കുറിച്ച് പറയുന്ന ഒരു കവിതയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. കവി ഇടശ്ശേരിയുടെയാണ്. അപ്പൊ നമുക്കിത് വായിക്കാം. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിൽ നാറ്റു നോറ്റിട്ടൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്ക് ക്വാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴി ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വച്ചാൽ പേനരിച്ചാലോ തങ്കക്കുടത്തിനെ തലോലം പാടിയിട്ടു തങ്കക്കട്ടിലിൽ പട്ടു വിരിച്ചിട്ടു തണുതണെ പൂത്തുട തട്ടിയുറക്കിയിട്ടു ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി. അപ്പൊ നമ്മുടെ നങ്ങേലി എന്ന് പറയുന്നത് അമ്മയുടെ പേരാണ്. നങ്ങേലിയും ഉണ്ണിയും തമ്മിലുള്ള ഒരു കവിതയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് കവി ഇടശ്ശേരിയാണ്. അപ്പൊ മറ്റൊരു അമ്മയുടെയും ഉണ്ണിയുടെയും ഒരു കവിതയാണത്. ഓക്കെ, ഇപ്പൊ ഇത് വായിച്ചു നോക്കുക. അടുത്ത സമാന അർത്ഥങ്ങളാണ് എഴുതേണ്ടത്. സമാന അർത്ഥം വെച്ചാൽ ഒരേ അർത്ഥം മറ്റു പദങ്ങൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ മുഖത്തിന്റെ മറ്റു പദങ്ങളാണ് ആനനം, വദനം, ആസ്യം. ആസ്യം, ഹാസ്യമല്ല ആസ്യം. അത് നിലാവിന്റെ സമാന അർത്ഥങ്ങള് ചന്ദ്രിക, ഗൗമുദി, ജ്യോത്സന. പുഞ്ചിരി, മന്ദഹാസം, സ്മിതം, സ്മേരം. കൈ, കരം, പാണി, ബാഹു. അമ്മ, ജനനി, തായ, മാതാവ്. പാൽ, ക്ഷീരം, ദുഗ്ധം, പയസ്. അടുത്ത ചോദ്യം, ആവർത്തനത്തിന്റെ ഭംഗി കണ്ടെത്തി ആസ്വദിക്കാം. വെണ്ണയെ കണ്ടൊരു കണ്ണന്താൻ അന്നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ. ഇതുപോലെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്ന വരികൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി ചൊല്ലി നോക്കാം. അതായത് രണ്ട് വരികളിലും ഒരേ അക്ഷരങ്ങൾ വരുന്നുണ്ട് അല്ലെ? നോക്കിക്കേ, ഇവിടെ വെണ്ണ, എന്താണ്, ഇവിടെ ണ വരുന്നുണ്ട്, ഇവിടെ ണ വരുന്നുണ്ട്, അല്ലെ? ഇതുപോലെ അക്ഷരങ്ങൾ ആവർത്തിച്ചിരുന്ന വരികൾ എഴുതാനാണ് അല്ലെങ്കിൽ ചൊല്ലി നോക്കാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഒറ്റക്കായി തന്നിൽ നീ വെണ്ണ വച്ചിരുന്നാൽ മറ്റേക്കായി കണ്ടിട്ട് കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. വെണ്ണയെ കണ്ടൊരു കണ്ണന്താൻ അന്നേരം വെണ്ണില പോലുന്ന തിങ്കൾ പോലെ. അപ്പൊ ഇതുപോലെ നമ്മുടെ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന വരികൾ പാഠഭാഗത്ത് കണ്ടെത്തി ചൊല്ലി നോക്കുക. അടുത്ത ചോദ്യം, ഒരേ ഈണം ഒരേ താളം. ഇവിടെ 4 വരി കവിത തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വള്ളത്തോളിന്റെ ഒരു കവിതയിലെ കുറച്ച് ഭാഗമാണത്. കവി വള്ളത്തോളിന്റെ. ആദ്യം വായിച്ചു നോക്കാം. ആവു വിശപ്പില്ലേ കാച്ചിയ പാലിത തൂവെള്ളിക്കിണ്ണത്തിൽ തേൻ കുഴമ്പും. നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ചു വല്ലതും മുൻമോട്ടിൽ സംസാരിപ്പിൻ. ഇതാരുടെ കവിതയാണ്? കവി വള്ളത്തോളിന്റെയാണ്. ഈ വരികളും വെണ്ണക്കണ്ണൻ എന്ന കവിതയിലെ വരികളും ചൊല്ലി നോക്കൂ. ഈണം സമാനമല്ലേ? എന്തുകൊണ്ടാകാം ഈ സമാനത? അതായത് നമ്മുടെ വെണ്ണക്കണ്ണൻ എന്നുള്ള കവിതയിലെ വരികളും ഈ കവിതയിലെ, അതായത് നമ്മുടെ കവി വള്ളത്തോളിന്റെ ഈ കവിതയിലെ വരികളും തമ്മിൽ നല്ല സാമ്യമുണ്ട്. അത് ഈണത്തിന് നല്ല സാമ്യമുണ്ട്. അത് എന്തുകൊണ്ടാണ് ഈ ഒരു സമാനത വരാൻ കാരണം എന്താണെന്നാണ് ചോദ്യം. എന്റെ ഉത്തരമാണിത്. വരികളിലെ താളവും അക്ഷരങ്ങളുടെ എണ്ണവും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട്. കവി വള്ളത്തോളിന്റെ കവിതയിലെ ഈ വരികളിലും ചെറുശ്ശേരിയുടെ വെണ്ണക്കണ്ണൻ എന്ന കവിതയിലെ വരികളിലും അക്ഷരങ്ങളുടെ എണ്ണങ്ങൾ തമ്മിലും ബന്ധമുണ്ട്. ആദ്യ വരിയിൽ
12 അക്ഷരവും അടുത്ത വരിയിൽ 10 അക്ഷരങ്ങളുമാണ് ഉള്ളത്. രണ്ട് കവിതകളിലുമുള്ള വരികളിലെ അക്ഷരങ്ങളുടെ എണ്ണത്തിലെ സാമ്യമാണ് ഈണവും താളവും സമാനമാകാൻ കാരണം. വരികളിലെ താളവും അക്ഷരങ്ങളുടെ എണ്ണവും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട്. കവി വള്ളത്തോളിന്റെ കവിതയിലെ ഈ വരികളിലും ചെറുശ്ശേരിയുടെ വെണ്ണക്കണ്ണൻ എന്ന കവിതയിലെ വരികളിലും അക്ഷരങ്ങളുടെ എണ്ണങ്ങൾ തമ്മിലും ബന്ധമുണ്ട്. ആദ്യ വരിയിൽ 12 അക്ഷരവും അടുത്ത വരിയിൽ 10 അക്ഷരങ്ങളുമാണ് ഉള്ളത്. രണ്ടു കവിതകളിലുള്ള വരികളിലെ അക്ഷരങ്ങളുടെ എണ്ണത്തിലെ സാമ്യമാണ് ഈണവും താളവും സമാനമാകാൻ കാരണം. ഓക്കെ, അതായത് രണ്ട് കവിതയിൽ നിങ്ങൾ എണ്ണി നോക്കിയാൽ കാണാം. നമുക്ക് ഇതിലുള്ള ആദ്യ വരിയിലും 12 അക്ഷരങ്ങളാണ്, അടുത്ത വരിയിലും 10 അക്ഷരങ്ങളാണ്. അതായത് അക്ഷരങ്ങളുടെ എണ്ണം തുല്യമാകുമ്പോൾ അതെന്ത് സംഭവിക്കും? ഈണവും, രണ്ട് കവിതയാണെങ്കിലും ഈണവും താളവും അതിനോട് സമാനമാകും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വെണ്ണക്കണ്ണൻ എന്നുള്ള പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വെണ്ണക്കണ്ണൻ എന്നുള്ള പാഠം മനസ്സിലായില്ലേ? എല്ലാ ചോദ്യോത്തരങ്ങളും മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ക്ലാസ് ഷെയർ ചെയ്യുക. താങ്ക് യു.